ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് ഒരു സാധാരണക്കാരന് നമ്മുടെ വീട്ടിലോട്ട് ഒരു ക്യാമറ, ഒരു CCTV ക്യാമറ എടുക്കണം എന്നുണ്ടെങ്കിൽ എത്തരത്തിലുള്ള CCTV ക്യാമറ എടുക്കണം എന്നതിനെക്കുറിച്ചാണ്. ഇത് ടെക്നീഷ്യന്മാർക്കുള്ള വീഡിയോ അല്ല, നോർമലി നമ്മൾ അങ്ങനത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതൊരു സാധാരണക്കാരൻ, ഏതൊരു സാധാരണക്കാരനും ഒരു ക്യാമറ, അതായത് നമ്മുടെ വീട്ടിലോട്ട്, ഇപ്പോൾ എല്ലാവരുടെ വീട്ടിൽ CCTV ക്യാമറ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലോട്ടൊരു CCTV ക്യാമറ വച്ചാൽ കൊള്ളാം. അപ്പോൾ അതിന് എങ്ങനത്തെ ക്യാമറ വേണം, എത്ര കോസ്റ്റ് ആകുമെന്നൊക്കെ അറിയാനായിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ ഏകദേശം ഒരു രൂപം, ഏത് ക്യാമറയാണ് നമ്മുടെ വീട്ടിലോട്ട് വേണ്ടതെന്നുള്ളതിൻ്റെ ഒരു സാധാരണക്കാരനെ എങ്ങനെ ഏത് ക്യാമറ എടുക്കണം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ എടുക്കുമ്പോൾ, അതായത് ഒരു ക്യാമറ എടുക്കുമ്പോൾ, CCTV ക്യാമറ എടുക്കാൻ ഉദ്ദേശിച്ച് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ് ആദ്യം നോക്കുക. കാരണം പലർക്കും പല റിക്വയർമെൻ്റ് ആയിരിക്കും. അതായത് നോർമലി ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള ഒരു പരിസരം കാണാനായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിനകത്ത് നമ്മുടെ കുട്ടികളെയൊക്കെ ശ്രദ്ധിക്കാനായിട്ട്, ഇപ്പോൾ നമ്മൾ വീട്ടിലില്ലാത്തപ്പോൾ ശ്രദ്ധിക്കാനായിട്ടൊരു ക്യാമറ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അതായത് ഒരു വർക്ക് സൈറ്റിലുള്ള വർക്കുകൾ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ നമുക്ക് ലൈവായിട്ട് നമ്മുടെ മൊബൈലിൽ കാണാനായിട്ട് ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പലതരത്തിലുള്ള ആവശ്യങ്ങൾ. അപ്പോൾ നമ്മുടെ ആവശ്യം എന്താണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ആവശ്യം മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് ആ ഒരു ക്യാമറ സെക്ടറിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വൈഫൈ ക്യാമറകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ സിം ക്യാമറ വരുന്നുണ്ട്, DVR വരുന്നുണ്ട്, NVR വരുന്നുണ്ട്. നമ്മളൊരു ക്യാമറ ടെക്നീഷ്യനോട് ഇത് പറയുമ്പോൾ അവർ ഇത്രയും ക്യാമറകൾ ഏതാണ് നമുക്ക് വേണ്ടതെന്ന് നമ്മളോട് ആദ്യം ചോദിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ വീട്ടിലോട്ട് 1-2 ക്യാമറ മതി. അതായത് വീട്ടിലായാലും നമ്മുടെ ഓഫീസിലായാലും ഒരു ക്യാമറയോ 2 ക്യാമറയോ മറ്റോ മതിയെങ്കിൽ നമുക്ക് ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത് ഒരു വൈഫൈ ക്യാമറ തന്നെയാണ്. വൈഫൈ ക്യാമറയുടെ പ്രത്യേകത നമ്മൾ പേരിൽ കാണുന്ന പോലെ തന്നെ അത് വൈഫൈ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് നമ്മുടെ ബ്രോഡ്ബാൻഡ് മോഡം, അതായത് ബ്രോഡ്ബാൻഡ് മോഡം അവിടെ വേണം, എന്നാലും നമുക്ക് ആ ഒരു ഇൻ്റർനെറ്റ് അവിടെ ഫെസിലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ വൈഫൈ ഉപയോഗിച്ച് തന്നെ, നമ്മൾ ഹോട്ട്സ്പോട്ട് ഇട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്, വൈഫൈ ക്യാമറ വൈഫൈ ഉപയോഗിച്ച് തന്നെ ചെയ്യുക. അപ്പോൾ ആ ഒരു ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി വേണം. ആ ഒരു വൈഫൈ ക്യാമറ വച്ചിട്ട്, വൈഫൈ ക്യാമറയ്ക്ക് പൊതുവേ കമ്പാരിറ്റീവ്ലി ആ ഒരു അത്ര കോസ്റ്റ് ഉണ്ടാവില്ല, കോസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് 1-2 ഡിവൈസൊക്കെ മതിയെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം ഒരു DVR അല്ലെങ്കിൽ NVR ഒക്കെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു DVR, NVR, അതിൻ്റെ കേബിൾസും കാര്യങ്ങളൊക്കെ എക്സെട്ര സ്വിച്ചസ് ഒക്കെ ആവശ്യം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു വൈഫൈ ക്യാമറ വെക്കുന്നതെങ്കിൽ ആ ഒരു പർപ്പസ്, ആ ഒരു ക്യാമറയും പിന്നെ ഒരു എൻ്റെ മെമ്മറി കാർഡ് നോർമലി 512 വരെയുള്ള GB സപ്പോർട്ട് ചെയ്യുന്ന മെമ്മറി കാർഡൊക്കെ ഉണ്ട്. അപ്പോൾ മെമ്മറി കാർഡ് ഇട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് വൈഫൈ ക്യാമറ. അപ്പോൾ അതായിരിക്കും നമ്മുടെ വീട്ടിലൊരു ബ്രോഡ്ബാൻഡ് ഉണ്ട്, നമ്മുടെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉണ്ട്, നമുക്കൊരു 1-2 ക്യാമറ മതിയെങ്കിൽ ആദ്യത്തെ ഒരു ഓപ്ഷൻ അതാണ്. പിന്നീട് വരുന്നതാണ്, പിന്നീട് നമ്മുടെ ഇപ്പോൾ നമുക്ക് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ഇല്ല, നമുക്ക് 1-2 ക്യാമറ മതി, അല്ലെങ്കിൽ ഒരു ക്യാമറ മതി നമുക്ക്. പക്ഷേ നമുക്ക് വീട്ടിലൊരു ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ഇല്ല. അപ്പോൾ അങ്ങനെ വരുന്ന അവസരങ്ങളിൽ നമുക്കൊരു വൈഫൈ ക്യാമറ എടുക്കാൻ സാധിക്കില്ല. കാരണം നമ്മുടെ വീട്ടിൽ വൈഫൈ ഇല്ല, അല്ലെങ്കിൽ വൈഫൈ എത്താത്ത സ്ഥലങ്ങളാണ്, ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ഫീസിബിലിറ്റി ഇല്ലാത്തൊരു സ്ഥലത്താണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ, അങ്ങനെ വരുമ്പോൾ നമുക്ക് എടുക്കാവുന്ന ഒന്നാണ് സിം ക്യാമറ മീൻസ് സിം ഇട്ട് ഉപയോഗിക്കുന്നൊരു ക്യാമറയാണ്. നമ്മുടെ നോർമൽ സിം തന്നെ നമുക്ക് അതിനകത്ത് ഇടാം. ആക്ടിവേറ്റ് ആയിട്ടുള്ള സിം ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സിം ക്യാമറ ഇട്ട് നമുക്ക് ആ ഒരു ക്യാമറ ആക്ടിവേറ്റ് ആക്കാം. അപ്പോൾ അതിനകത്തും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഏത് ക്യാമറ ആയാലും നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന എല്ലാ ക്യാമറയിലും നമുക്ക് ആ ഒരു അതിൻ്റേതായ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. ആപ്ലിക്കേഷൻ വഴി നമുക്ക് ലൈവായിട്ട് കാണാനും സാധിക്കും. അപ്പോൾ ആ ഒരു സിം ക്യാമറ ആയാലും നമുക്ക് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ഇല്ലെങ്കിൽ ഈ സിം ക്യാമറ ഉപയോഗിച്ച് നമുക്ക് ആ സിമ്മിന് റീചാർജ് ചെയ്ത് കൊടുക്കുക. സിമ്മിന് റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അതിനകത്തുള്ള നെറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ ഈ സിം ക്യാമറ വർക്ക് ചെയ്യും. നമുക്ക് മൊബൈലിൽ ലൈവായിട്ട് തന്നെ കാണാനും സാധിക്കും. അവിടെയും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു അധികം ക്യാമറാസ് ആവശ്യമില്ല, 1-2 ക്യാമറ ആവശ്യമുള്ളൂ. അതും ഒരു ക്യാമറ മാത്രമാണെങ്കിൽ സിം ക്യാമറയാണ് ഏറ്റവും നല്ലത്. നമ്മുടെ വീട്ടിൽ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ഇല്ലെങ്കിൽ ഒരു സിം ക്യാമറ എടുത്തിട്ട് നമുക്കത് ആക്ടിവേറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്, ഒരു പ്രശ്നമില്ല. പിന്നെ നമുക്കതല്ല, നമ്മുടെ വീടിൻ്റെ ആ ഒരു കംപ്ലീറ്റ് പരിസരം കിട്ടുന്ന 3, 4, 5 ക്യാമറകൾ ആവശ്യമുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ നമുക്ക് DVR അല്ലെങ്കിൽ NVR നമുക്ക് നോക്കാം. അതായത് DVR എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് DVR കോയാക്സിൽ കേബിൾ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന ഒന്നാണ് DVR എക്സിസ്റ്റിംഗ് ഓൾമോസ്റ്റ്. ഇപ്പോൾ NVR ഇത്തിരി ഒരു ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് NVR ടെക്നോളജി എന്ന് പറയുന്നത്, NVR ക്യാമറകൾ. എന്നാലും DVRൻ്റെ ഓൾമോസ്റ്റ് ഇപ്പോഴും ഒരു 60%-ലധികം 70-80% ഒക്കെ DVR തന്നെയാണ് എല്ലായിടത്തും ഇരിക്കുന്നത്, പൊതുവെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ടെക്നോളജിയുടെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NVR സംബന്ധിച്ച് നോക്കുമ്പോൾ, അതിൻ്റേതായ ലേറ്റസ്റ്റ് ടെക്നോളജിയായ NVR വെച്ച് നോക്കുമ്പോൾ DVR കമ്പാരിറ്റീവ്ലി ലെസ് കോസ്റ്റ്ലിയാണ്. അപ്പോൾ DVR നമുക്ക് സെറ്റ് ചെയ്യാം, അതായത് 4-5 ക്യാമറയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നമുക്കുണ്ടെങ്കിൽ DVR വെച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. DVRൽ തന്നെ നമുക്ക് നമ്മുടേതായ ഇഷ്ടമുള്ള ബ്രാൻഡ് വെച്ച് നമുക്ക് മാർക്കറ്റിൽ അന്വേഷിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ബ്രാൻഡുകൾ കിട്ടും. ഇപ്പോൾ Quision ആയാലും CP+ ആയാലും Dahoo ആയാലും ഒക്കെ നല്ല ബ്രാൻഡുകൾ വെച്ചിട്ട് നമുക്ക് Hikvisionൻ്റെ
നമുക്ക് ഒരു DVR ക്യാമറയാണ് അപ്പോൾ സെറ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ 4-4 ക്യാമറ, രണ്ടോ 3-4 അല്ലെങ്കിൽ അതിലധികമോ ക്യാമറ വരുമ്പോൾ നമുക്ക് ആ ഒരു DVR സെറ്റപ്പിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആ ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാം. അതായത് DVRും NVRും വെച്ച് നോക്കുമ്പോൾ DVRിൽ തന്നെ അത്യാവശ്യം കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ അതല്ല, നമുക്ക് കൂടുതൽ ക്ലാരിറ്റി വേണം അല്ലെങ്കിൽ അഡ്വാൻസ് ടെക്നോളജി വേണം, നമുക്ക് ആ ഒരു നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ടെക്നോളജി, അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയൊക്കെയാണ് വേണമെങ്കിൽ നമുക്ക് NVR തന്നെയാണ് ഏറ്റവും നല്ലത്. NVRലാണ് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വരുന്നത്. ക്യാമറ രംഗത്ത് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഉള്ള ഒന്നാണ് NVR ടെക്നോളജി. അപ്പോൾ NVRൽ വരുമ്പോൾ നല്ല ക്ലാരിറ്റി ആയിരിക്കും ക്യാമറകൾക്കൊക്കെ. പിന്നെ കേബിൾ നമ്മുടെ എതർനെറ്റ് കേബിളാണ്, മറ്റൊരു DVR കോയാക്സൽ കേബിളാണെന്ന് പറയുമ്പോൾ NVRൽ നമുക്ക് എതർനെറ്റ് കേബിൾ, ലാൻ കേബിളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ സ്വിച്ചസ്, PoE സ്വിച്ചസ്, പവർ ഓവർ എതർനെറ്റ് കേബിൾസ്, സ്വിച്ചസ് ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു അഡ്വാൻസ് ടെക്നോളജിയാണ് NVRൽ നമുക്കവിടെ കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ ചിലവർക്ക് വർക്ക് സൈറ്റിലോട്ടും ചിലപ്പോൾ ഒറ്റ ക്യാമറയായിട്ട് വരും. അപ്പോൾ വർക്ക് സൈറ്റിലോട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിം ക്യാമറ ഉപയോഗിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കവിടെ പവർ എത്തിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളാണ്, നമുക്കവിടെ ഒരു ക്യാമറ ആവശ്യമാണ്. പവർ ഇവിടെ നമുക്ക്, അതായത് ഇലക്ട്രിക്കൽ പവർ കൊടുക്കാൻ പറ്റില്ലാത്തൊരു അവസരമാണെങ്കിൽ നമുക്കൊരു സോളാർ ക്യാമറ, ബാറ്ററി ഉപയോഗിച്ച് വയ്ക്കുന്ന സോളാർ ക്യാമറസ് ഉണ്ട്. സോളാർ ക്യാമറ വെച്ചിട്ടും നമുക്ക് ആ ഒരു സൈറ്റൊക്കെ അപ്പായ ചെയ്യാൻ, ചിലവർക്ക് ഈ ഒരു മീൻ വളർത്തൽ അല്ലെങ്കിൽ ഒരു വർക്ക് സൈറ്റിൻ്റെ നടുക്കായിട്ടൊരു ക്യാമറ, അപ്പോൾ അവിടെ ചിലപ്പോൾ ഇലക്ട്രിസിറ്റി നമുക്ക് എത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് ഒരു സോളാർ ക്യാമറ വെച്ച് ഉപയോഗിക്കാൻ പറ്റും. അതിനകത്ത് കണക്ടിവിറ്റി വരുന്നത് ഒരു സിം ഇട്ടിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ ആ ഒരു 4 ക്യാമറകളാണ്, 4 ടെക്നോളജികളാണ്. 1 വൈഫൈ ക്യാമറ, 2 സിം ക്യാമറ, 3 DVR, പിന്നെ NVR. അപ്പോൾ ഈ ഒരു 4 എണ്ണം ഒന്നുകൂടി ഞാൻ റിവൈൻഡ് ചെയ്ത് പറയുകയാണെങ്കിൽ 1-2 ക്യാമറയ്ക്ക് മതിയെങ്കിൽ ഒരു വൈഫൈ ക്യാമറ ഉപയോഗിക്കാം. പക്ഷേ വൈഫൈ ക്യാമറയ്ക്ക് ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് വേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ DVR കഴിഞ്ഞ് സിം ക്യാമറയിൽ നമുക്കൊരു സിം ഇട്ട് ഉപയോഗിക്കാം. അതായത് ഇതുപോലെ തന്നെ 1-2 ക്യാമറ മതി. പക്ഷേ നമുക്ക് വീട്ടിൽ ബ്രോഡ്ബാൻഡ് ഇല്ലെങ്കിൽ സിം ക്യാമറ ഇട്ടിട്ട് സിം ഉപയോഗിച്ച് നമുക്ക് ക്യാമറ ഉപയോഗിക്കാവുന്നതാണ്. ഇതിനൊക്കെ ലൈവ് ആപ്ലിക്കേഷനിൽ നമുക്ക് മൊബൈലിൽ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇനി അതെല്ലാം നമുക്കൊരു 4-5 ക്യാമറയ്ക്ക് വേണമെങ്കിൽ DVR അല്ലെങ്കിൽ NVR നോക്കാം. DVR കോസ്റ്റ് എഫക്റ്റീവായിട്ടൊന്നുള്ളതാണ് DVR. പക്ഷേ ലേറ്റസ്റ്റ് ടെക്നോളജിയും ക്ലാരിറ്റിയും ഒക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ NVR ആണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഈ ഒരു 4 ടെക്നോളജി, ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ ഒരു ക്യാമറ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു 4 ടെക്നോളജിയിൽ ഏതാണ് നമുക്ക് വേണ്ടത്, നമ്മുടെ പർപ്പസിന് ഏതാണെന്ന് നമ്മൾ ഈ ഒരു വീഡിയോ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതനുസരിച്ചിട്ടുള്ള ഒരു ക്യാമറ എടുത്ത് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലാണ്ട് നമ്മൾ ഓടിക്കയറി ഒരു 2 ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കോസ്റ്റ് മുടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം, ഞാൻ അതിൻ്റെ ഉത്തരം പറയുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. കണ്ടതിന് നന്ദി. താങ്ക് യു സോ മച്ച്. ബൈ.